രാധികേ, നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിലെ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാൻ തിരക്കിലായിരുന്നു. ഞാൻ പൊട്ടടി. അയ്യോ, നിൽക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ആ, ഓൾറെഡി വീട്ടിലൊരു ജുരാസിക്കുള്ളവരെ അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ട് കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ. 10 മണി കഴിഞ്ഞ വീട്ടിൽ കേട്ടില്ല അത്രേ. വാണിങ് എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തെയും വേണമെന്ന് നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധികയുടെ അച്ഛൻ ആരാ പാവം അല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷനെ പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? ആ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാകാം. ഇപ്പൊ പൊട്ടാമസിലോട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. വാ. വാ. കേറുവാ. പേടിക്കണ്ട, ഇരിക്കുക. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നത്. ഇരിക്കുക. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും. നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയിൽ മാനമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ. എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോളാ. ഓ, രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തു തരാന്ന് പറഞ്ഞോണ്ട് വന്നാ. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ഞങ്ങൾ ഞങ്ങളുടെ മുറി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പനിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തടുത്തിരുന്നാ പേടിക്കണം. എപ്പോഴാ കത്തുകയെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചകം അടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാണ്. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്. ഐ വിൽ മൈൻഡ്. യു വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. രാധിക ഇരിടോ. മോളെ, തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെ അധിക നേരം കൂടെ ഇരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ, ഒന്നുമില്ല. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പേടിച്ചിട്ട്? അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി. മിണ്ടിപ്പോരുത്, ഉന്നളെ ഞാൻ. അച്ഛന്റെ കാലം കഴിഞ്ഞു, ഇനി എന്തുവാന്ന് വിചാരിച്ചു അല്ലടി? എന്താ? എന്താന്നോ ചോദിച്ചു പുന്നാര മോളോട്. കെട്ടിയോണെങ്കിൽ രാവിലെ പുറത്തേക്ക് പോണത് കോളേജിലേക്കാണോ അതോ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാതെ രാജേട്ടൻ പറഞ്ഞപ്പോ പോയതേ ഉള്ളൂ. വാതിൽ അടച്ചിട്ട് നാളെ ട്യൂഷൻ എടുക്കണേ? അത് പ്രപഞ്ചിച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്താ. രാജേട്ടൻ ഇതുവരെ മോശമായിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് കാണണമെന്നല്ലോ, ഓർമ്മ വെച്ച കാലം മുതൽ രാജേട്ടനെ കാണുമല്ലേ. പ്രപഞ്ചിച്ച് അവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? നോക്കൂത്തിയപ്പോൾ ഇരിക്കണല്ലോ ഞാനിവിടെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
ഇപ്പോഴത്തെ UKG പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ മുട്ടയിടുക. പിന്നെ അച്ഛൻ ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഓ അച്ഛാ, പണ്ടത്തെ കാലമൊന്നുമല്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു. രാധിക നമുക്കറിഞ്ഞൂടെ? അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചാ. തീർന്നോ ഉണ്ടേ പറ. ഇനി ഏതെങ്കിലും ഞാൻ ജോലി പറ്റി വെച്ചിട്ടുണ്ടോ? പറ. മെന്നെ വരൂ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരനെ മുറി നിറങ്ങി വരണണ്ട, പൂട്ട് തൊടണം. തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയാ. ദേ, അവള് നമ്മുടെ കുട്ടിയല്ലേ. ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ? കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞുതരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല. പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് പ്രാർത്ഥിച്ച് അടക്ക അച്ഛൻ. നിങ്ങൾ രണ്ടാളും കൂടി മുറിയിൽ ഒരുമിച്ചിറങ്ങി വരണത് കണ്ടപ്പോ എന്റെ ചങ്കൊന്ന് പാളി. എന്തൊക്കെയോ വേണ്ടാതെ ഞങ്ങൾ ഓർത്തു. മോള്, അച്ഛൻ മാപ്പ് തരണം. $1,50,000 ശരിയല്ലേ മേന്നെ? ആ, പിന്നെ മേന്നെ അറിയാത്ത കാര്യമൊന്നുമല്ല. എന്നാലും പറയാ, ഒരു പ്രൈവറ്റ് കമ്പനി എന്ന നിലയ്ക്ക് നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇവിടെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലെന്നറിയാലോ. എന്ന് പറഞ്ഞാൽ ഇതാണ് മേന്ന് ഈ കമ്പനിയിൽ നിന്ന് കിട്ടാവുന്ന അവസാനത്തെ പ്രതിഫലം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഇറങ്ങട്ടെ. ശരി. മേന്നെ, ഈ ലോകത്ത് പണം ഇല്ലാത്തവൻ വെറും പിണവാ. എൻ്റെ അനുഭവം അറിയാമല്ലോ. ഭൂമി സൂര്യനെ ചുറ്റുന്ന പോലെ മനുഷ്യർ മുഴുവൻ പണത്തിന് ചുറ്റും കറങ്ങുക. തൻ്റെ ഈ പണം ഇരിക്കുന്നിടത്തോളം കാലമേ തനിക്ക് മാന്യതയുള്ളൂ. ഇതെന്ന് തീരുന്നോ അന്ന് മുതൽ താൻ വെറും തെണ്ടിയാ. ചേടോ, മഹേന്ദ്രൻ തമ്പിയല്ല ചന്ദ്രശേഖര മേനോൻ. എനിക്ക് ഈ വക തലവേദനകളൊന്നുമില്ല. എന്റെ കുടുംബത്തില് ഒരു ധനകാര്യമന്ത്രിയുണ്ട്, പാറൂട്ടി. ഈ ചെക്ക് കൊണ്ടുപോയി അവളെ ഏൽപ്പിക്കുക, അവളുടെ തീരുമാനങ്ങൾക്കൊക്കെ തലവുലിക്കുക, അത്രയേ ഉള്ളൂ. പാർവതി, പാർവതി, പാറൂട്ടിയേ, പേടിച്ചൂലോ? എപ്പോ എത്തി വട്ടാളം? ഉച്ച കഴിഞ്ഞു. നീയുണ്ടോ? എന്താ ലീവാ? അല്ല, എടുത്തതാ. ആ, അതെന്താ? അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് സുമിത്ര ഒരേ ബഹളം. എന്താടി? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു വെച്ചാ. എന്താ, അച്ഛൻ മരിച്ചുപോയിന്നാ? എന്തൊക്കെയായി പറയണേ? എടോ, ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാ ഒരുതരം മരണം തന്നെയാ. ബാലനൊന്നും തോന്നണ്ട കേട്ടോ. റിട്ടയർഡ് ആയത് മുതല് ഇങ്ങനെയൊക്കെയാ സംസാരം. ദേ, തമ്പി സാർ പറഞ്ഞത് മറന്നോ? ഓ, ചിരിച്ചോണ്ട്. ഓക്കെ ഓക്കെ, താനിങ്ങ അടുത്ത് വാ. ചിരിച്ചോണ്ട് ഒരു കർമ്മം നിർവഹിക്കാനുണ്ട്. എന്താ? 1,50,000 ഉറുപ്പികയുടെ ചെക്കാണ്. സൂക്ഷിച്ചു വയ്ക്കുക, നാളെ കൊണ്ടുപോയി ബാങ്കിൽ ഇടണം. ഇതെന്താ? ഇത്തിരി മധുര, നല്ല കോഴിക്കോട് ഹൽവയാണ്. എല്ലാവർക്കും കൊടുത്തിട്ട് താനും കഴിക്കുക. ഇനി ഒരു സാധനം കൂടിയുണ്ട്, തനിക്കുള്ളൊരു സമ്മാനം. ഇടയ്ക്കിടയ്ക്ക് താൻ ആവശ്യപ്പെടാറുള്ള ഒരു സാധനം.
എന്താന്ന് പറയാമോ? സിന്ദൂരച്ചപ്പാവും. ഔഫ്, തോറ്റൂലോ തന്നെ കൊണ്ട് ഞാൻ. ദാ, നിറച്ച് സിന്ദൂരമുണ്ട്. കുളിച്ച് സിന്ദൂരമൊക്കെ ഇട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോയി നമുക്ക് ദീപാരാധന വിടാം. ദാ ദാ. മുത്തശ്ശി അലുവ തരും. ചെല്ല്. ഇപ്പൊ എന്തായി? കാശട് കാശട് കാശോ? കാശട്. ഉണ്ട കണ്ണു പിടിക്കൊന്നും വേണ്ട. ആഹാ, ആ അതിന് ഞങ്ങൾ നടക്കിലെത്തി കഴിഞ്ഞിട്ടല്ലേ കൊച്ചേട്ടനെത്തിയത്? എടി ഒറ്റ തേമ്പ് വെച്ചെന്നുണ്ടല്ലോ. ബെറ്റ് വെച്ചപ്പോ എന്താ പറഞ്ഞേ? സിറ്റിയിൽ നിങ്ങൾ നടക്കിൽ മുമ്പ് ഞാൻ പഠിപ്പുര കഴിഞ്ഞിരിക്കുന്നല്ലേ? എടാ നാളെ തരാം. വേണ്ട 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 വേണ്ട. ബെറ്റ് വെക്കുന്നതിനും ചീട്ട് കളിക്കുന്നതിനും കടവില്ല. റെഡി ക്യാഷ്. അത് തരാൻ രണ്ടെണ്ണത്തിന് ഞാൻ പടിയേറ്റില്ല പറഞ്ഞേക്കാം. എന്തിനാ വെറുതെ ചമണ ആ 10 രൂപ കൊടുക്കച്ചാ. അങ്ങനെ പറ. എന്താടാ അവിടെ? ഇങ്ങനാണേ ബെറ്റ് വെച്ച് നീ കൊറേ പണം ഉണ്ടാക്കും. പക്ഷെ തരണ്ടേ? സുമിത്രടുത്ത് എത്തിയോ? വാ 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 മോളെ. എന്താ തിന്നുന്നത്? അലുവ ചോദിക്കട്ടെ. അലുവേ? ആ മുത്തച്ഛൻ കൊണ്ടുവന്നാ. മുത്തച്ഛാ. ഓ, എല്ലാവർക്കും ഉണ്ട്. അച്ഛാ, എന്താ വിശേഷം? അതെ. അച്ഛനിന്ന് കമ്പനിന്ന് പണം കിട്ടി, അതിന്റെ ചെലവാ. അച്ഛാ അതിങ്ങനെ അലുവലൊന്നും ഒതുക്കാൻ പറ്റില്ല കേട്ടോ. ആ, എന്റെ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ. ബാക്കി എന്താന്ന് വെച്ചാ ധനകാര്യമന്ത്രിയോട് ചോദിക്കാം. അമ്മേ, അമ്മയുടെ വക ഒരു ചെലവുണ്ട് കേട്ടോ. ചെയ്യാടാ. വാടാ, നമുക്ക് പോയി കളിക്കാം. ഞാനടി. പാലിനൊക്കെ കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തു. അപ്പൊ തനിക്കോ? ദേ, ഓക്കെ. മുത്തശ്ശി, എന്താ? ഞങ്ങളുടെ അൽവ തീർന്നു. മുത്തശ്ശി തരാലോ. ആ. ദാ. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ ഇതെന്താ ശിവൻ ആഴ്ച പ്രതീക്ഷിച്ചിരിക്ക? ആ, ശ്രീകോവിലിനകത്ത് ഭയങ്കര ചൂടാ. അതുകൊണ്ട് കുറച്ച് സമയം പുറത്തിറങ്ങിയിരിക്കാന്ന് വെച്ചു. എന്താ തൊഴണമെന്ന് തോന്നണുണ്ടോ? എന്നാ തൊഴുതോ. ഓ, നല്ല ചൂടുണ്ടേ. എന്തു പറ്റി? ശിവനും ശക്തിയായിട്ട് പണിയോ? ചെറിയൊരു താണ്ഡവ നൃത്തം കഴിഞ്ഞ് നിൽക്കുവാ. കണ്ടപ്പോ തോന്നി. തൃക്കണ്ണ തുറക്കാതെ സൂക്ഷിച്ചോളാം കേട്ടോ പാർവതി. പത്മനാഭേട്ടൻ മോനുമായുള്ള പിണക്കമൊക്കെ മാറിയോ? മാറി. വാശി പിടിച്ച് വെട്ടുക്കും തുട്ടാക്കിയ ജയിലിൽ പോയി കിടക്കാം. അല്ലെങ്കിൽ ഒക്കെ ഉപേക്ഷിച്ച് കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? വയ്യ. ഈ പ്രായത്തിൽ ഇനി തെണ്ടിത്തിരിയാൻ വയ്യ. ഞാൻ നടക്കട്ടെ, ഒരു വഴിപാടുണ്ട്. പാവം. ആ, പാവങ്ങള് ധാരാളം ഉണ്ട് ഈ നാട്ടില്. വാ. ഇനിയും പിണക്കം മാറിയില്ലേ മേന്നെ? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ. ആ, എനിക്ക് ഇത്തിരി കുട്ടിത്തോണെന്ന് കൂട്ടിക്കോളൂ. ആശയോടെ വാങ്ങിക്കൊണ്ടുവന്ന അൽവയാ. അതിൽ നിന്നൊരു നുള്ളെടുത്ത് മധുരം നോക്കാനുള്ള മോഹം താൻ കാണിച്ചില്ലല്ലോ. ഓ, തിന്നാല് മാത്രമേ രുചി അറിയുള്ളൂ. പിന്നെങ്ങനെയാ ജോലിച്ച് വെച്ചിട്ട്? ജോലിസി ഒന്നും വെക്കണ്ട. കുട്ടികളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? മേനോന് അലുവ മാത്രമല്ലല്ലോ കൊണ്ടുവന്നത്. അലുവ എന്ന് പറയണത് മധുര. അത് ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. സിന്ദൂരം എന്ന് പറയണത് അതെന്റെ അവകാശ. അത് ഞാൻ നിറയിലിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഓ, പറഞ്ഞു തോൽപ്പിക്കാൻ പണ്ടേ തനിക്ക് ഇത്തിരി മിടുക്ക് കൂടും. ബാലന് അടുത്ത് തന്നെ ജോലിക്കയറ്റം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ ജോലി വേണ്ടാന്ന് വെക്കണേ? ഓ, കയറ്റം കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും സർക്കാർ ജോലിയല്ലേ. പഠിപ്പിന് യോഗ്യതയ്ക്കുള്ള ജോലിയല്ല കിട്ടിയെന്നും പറഞ്ഞ് മനസ്സ് മടുത്ത് നടക്കുക പുള്ളിക്കാരൻ. വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നല്ല ഫാഷനുള്ള ഡ്രസ്സുകൾ തയ്പ്പിച്ച് ഫോറിനിലേക്ക് കയറ്റി വയ്ക്കണ എന്തോ ബിസിനസ് ഉണ്ട് അത്രേ. നല്ല ആദായമുള്ള പണിയാന്നാ ബാലേട്ടൻ പറയണേ. അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ മോളെ? 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ തുടങ്ങാത്രേ. 1 ലക്ഷോ? ആരോ കുറച്ച് പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ആഭരണങ്ങളൊക്കെ എടുക്കാം. എല്ലാം കൂടി ഒരു 10-50 രൂപ ഉണ്ടാവും. പിന്നെ അച്ഛന് കിട്ടിയെന്ന് ഒരു 50 രൂപയും കൂടി കിട്ടിയാ അതിപ്പോ ഒരു കടായിട്ട് മതി.
എപ്പോഴാ വേണ്ട വെച്ചാ ബാലേട്ടൻ തിരിച്ചു തരാന്നാ പറയണേ. എന്താ? ഞങ്ങൾ മാവ് വിളിച്ചു. എവിടെ? ദാ. എന്റെ ഈശ്വര, ഇത് മാങ്ങയല്ല, ഒതളങ്ങയാ, വിഷക്കായ. തിന്നോ? ഇല്ല. ഭാഗ്യം, തിന്നാ ചത്തുപോട്ടോ.